ഹലോ കൂട്ടുകാരെ, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു അടിപൊളി സായാഹ്ന കാഴ്ചയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും കാണാം. ഇന്നിവിടുത്തെ കാഴ്ചകളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. ഏകദേശം സമയം 5:30 ആയിട്ടുണ്ട്. ഇന്ന് കടലിൻ്റെ തീരത്തെ സൂര്യാസ്തമയം എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരാരും ദയവായി സ്കിപ്പ് ചെയ്ത് പോകാതിരിക്കുക. എങ്കിൽ മാത്രമാണ് ഇവിടുത്തെ എല്ലാ വിശേഷങ്ങളും നിങ്ങൾക്ക് അറിയുവാനേ സാധിക്കുള്ളൂ. ഞങ്ങളിങ്ങനെ മുന്നോട്ട് കടലിൻ്റെ തീരത്ത് കൂടി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഒരു ആലുമരമാണ്, എല്ലാവർക്കും ഇത് സുപരിചിതമാണ്. അങ്ങനെ നമ്മൾ മുന്നോട്ട് കടന്നു പോകുമ്പോൾ മീൻവലകളൊക്കെ ഇങ്ങനെ പൊക്കിയിട്ടിരിക്കുകയാണ്. ഈ സമയത്ത് വെള്ളമില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു അവർ വലയൊന്നും ഇറക്കിയിട്ടില്ല. അങ്ങനെ കണ്ണിലേക്കുള്ള സൂര്യപ്രകാശവും തട്ടി ഞങ്ങൾ വയ്യെ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ബീച്ചിലുണ്ട്. എല്ലാവരും ഫാമിലിയായിട്ട് വന്നിരിക്കുവാണ് മൊത്തത്തിലൊന്ന് അടിച്ചു പൊളിക്കുവാൻ. കാരണം 6 ദിവസം ജോലി മുഴുവനും എടുത്തിട്ട് പിന്നെ ഞായറാഴ്ച ഒരു ദിവസം ഭാര്യയും മക്കളായിട്ടും സ്പെൻഡ് ചെയ്യാൻ വരുന്നവരാണ് ഏറ്റവും കൂടുതൽ. നമ്മുടെ തൊട്ടു മുമ്പിൽ നോക്കിയാൽ കാണാം വലിയൊരു മണ്ണുമാന്തി കപ്പൽ പോകുന്നത് കാണാം. ഈ കപ്പലിൻ്റെ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ തുറമുഖം ആയതുകൊണ്ട് ഇവിടെ കടലിൽ ഒരുപാട് മണ്ണ് വന്ന് നിറയുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കപ്പലുകളുടെ യാത്ര അപകടമായി തീരുന്നതുകൊണ്ട് ഇത് ഇവിടുത്തെ മണ്ണുകളെല്ലാം വാരി ഉൾക്കടലിൽ കൊണ്ട് കളയുക എന്നുള്ളതാണ് നമ്മുടെ മണ്ണുമാന്തി കപ്പലിൻ്റെ ഉദ്ദേശം തന്നെ. എനിക്ക് തോന്നുന്ന ഈ കപ്പൽ മണ്ണെല്ലാം കളഞ്ഞിട്ട് തിരികെ വീണ്ടും മണ്ണെടുക്കാൻ വരുന്നതാണെന്നാണ് തോന്നുന്നത്. എന്തേലും കാണാൻ ഭംഗിയുണ്ട്. അപ്പോൾ റോസുമോൾക്കും ഇമ്മാനുവലിനും ഭയങ്കര ദാഹമാണ് പറഞ്ഞു. അപ്പോൾ അവർ ബൂസ്റ്റ് കുലുക്കി മേടിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് ചോദിച്ചാൽ നമുക്കറിയാം, പാലും ബൂസ്റ്റും പിന്നെ എന്താണ്ടോ ഒക്കെ ഇട്ട് അവർ കുലുക്കി തരുന്നതാണ്. അങ്ങനെ അവരത് കുടിച്ച് ആസ്വദിക്കുകയാണ്. അടിപൊളിയാണെന്ന് ഇമ്മാനുവൽ പറയുന്നുണ്ട്. അപ്പോൾ വെറുതെ ഞാൻ ആ കടയിലേക്കൊന്ന് ക്യാമറ ഓടിച്ചു. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം, പലതരം ഫ്ലേവറുള്ള ഒരു ജ്യൂസാണ്. നമ്മൾ കുലുക്കി സർബത്ത് ചോദിക്കുമ്പോൾ ഈ ഫ്ലേവറാണ് അവർ നമുക്കിട്ട് കുലുക്കി തരുന്നത്. ഇത് വയറിന് നല്ലതാണോ ഇല്ലയോ എന്നെനിക്കറിയില്ല. തൊട്ട് മുന്നോട്ട് പോകുമ്പോൾ ചോളം പുഴുങ്ങി വെച്ചിരിക്കുന്നത് കാണാം. എനിക്ക് തോന്നുന്ന ഈ ബീച്ചിൽ വരുന്ന എല്ലാവരുടെയും കയ്യിലുണ്ട് ഈ ചോളം. ഇത് എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് നാരങ്ങ എടുത്ത് നാരങ്ങയിലേക്ക് ഉപ്പും മുളകും പുരട്ടി ഇങ്ങനെ നമ്മുടെ കയ്യിലേക്ക് തരും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനും നേരത്തെ കഴിച്ചിട്ടുള്ളതാണ്. ഇത് നമ്മുടെ ബ്രിട്ടീഷുകാർ പണ്ട് പണിത എന്തോ ഒരു സംഭവമാണ്. ഇത് എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാമെന്നതാണ്. എന്തെങ്കിലും ബ്രിട്ടീഷുകാർ പണിതുകൊണ്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അങ്ങനെ ഏകദേശം നമ്മുടെ സൂര്യൻ കടലിലോട്ട് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആകാശത്തെ ഇത് പലതരത്തിലുള്ള വെറൈറ്റി സംഭവങ്ങളാണ് കേട്ടോ. സംഭവം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, പിള്ളേരെ പറ്റിക്കാനുള്ളത്. വലിയ ക്വാളിറ്റിയുള്ള ഒന്നുമല്ല. അപ്പോൾ നമ്മുടെ അന്നക്കുട്ടി എന്തോ ചൂണ്ടി കാണിക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും നോക്കാം.
അവിടെ ഒരു കാറ്റാടിയാണ് പുള്ളിക്കാരത്തി കണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അതങ്ങ് അന്നക്കുട്ടിക്ക് മേടിച്ചു കൊടുത്തു. അപ്പോൾ അന്നക്കുട്ടി ഹാപ്പിയായി. അപ്പം ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് അന്നക്കുട്ടിക്ക് അറിയില്ല, അത് ഇവർക്കേ അറിയുള്ളൂ, ചേട്ടന് ചേച്ചിക്കേ അറിയത്തുള്ളൂ. അപ്പോൾ അവർ അതെടുത്തിട്ട് പയ്യെ ഇങ്ങനെ ഊതി കാണിക്കുവാണ് കോമള. പക്ഷേങ്കിൽ റോസമ്മ ഊതിയിട്ട് കോമളയൊന്നും പോകുന്നില്ല. അപ്പോഴത്തേക്കും സോഫിയ പൈസ കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്തിരിക്കുക. അപ്പം സംഗതി വീശെങ്കിൽ മാത്രമാണ് ഇതിലെ കുമ്പള പോകത്തുള്ളൂ. നമ്മുടെ സോഫിയ ഇതാ പിള്ളേരെ കാണിച്ചു കൊടുക്കുവാണ് എങ്ങനെയാണ് ഇതിൽ നിന്നും ബബിൾസ് വരുന്നതെന്ന്. അത് വെറുതെ അങ്ങനെ ഒന്ന് കൈയിട്ട് വീശിയാൽ മാത്രം മതി, സംഗതി ഓക്കെയാണ്. എന്തേലും നല്ല തിരക്കുണ്ട്. അങ്ങനെ ഞങ്ങള് ഇന്നത്തെ സായാഹ്നം നല്ല രീതിയിൽ ആഘോഷിച്ച് മുന്നോട്ടങ്ങ് പോവുകയാണ്. അങ്ങനെ ഒരു 10 മിനിറ്റ് ഞങ്ങൾ ഇവിടെ നിന്ന് സമയം സ്പെൻഡ് ചെയ്തു. ഇമ്മാനുവലിന് കടലിലേക്ക് ഇറങ്ങണമെന്നൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ഈ ഒരു അവസരത്തിൽ ഒരുപാട് പാമ്പുകളുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ അറിഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ കടലിലേക്കോ കല്ലിൻ്റെ മുകളിലോ ഇരിക്കാനായി തന്ത്രപ്പെട്ടില്ല. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ പഴയ കുഞ്ഞുകാലത്തെ ബോട്ട് ഒന്ന് കാണുവാൻ സാധിച്ചു. ഇതെൻ്റെ കുഞ്ഞിലെ പപ്പായും അമ്മയും ഞങ്ങൾക്ക് മേടിച്ച് തന്നിട്ടുള്ള ബോട്ടാണ് പള്ളിപ്പെരുന്നാളുകളുടെ സമയത്ത്. എന്തായാലും അതും കുറേ നേരം കണ്ടങ്ങ് നിന്നു. കുറേ ചിന്തിക്കടകളൊക്കെ ഉണ്ട് ഇവിടെ. ബീച്ചിലൊക്കെ ഇത് എപ്പോഴും സുപരിചിതമാണ്. അപ്പോൾ ഇതാ ഒരറ്റത്ത് ഒരുപാട് ആൾക്കാർ വെള്ളത്തിൽ കളിച്ചുകൊണ്ടങ്ങ് ആസ്വദിക്കുവാണ് ഈ സായാഹ്നം. അങ്ങനെ ഈ സമയത്ത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ സൂര്യൻ താഴോട്ട് പോയിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ നല്ല വെട്ടം, നിങ്ങൾക്ക് ആകാശത്തേക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. ആ സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ അകത്തുള്ള പ്രത്യേകതകൾ നമുക്കത് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ പയ്യെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് പയ്യെ അങ്ങ് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അന്നമ്മയും കാണിക്കുന്നുണ്ട് ഞങ്ങൾ കാണിക്കുന്നത് പോലെയൊക്കെ തന്നെ. അങ്ങ് ഞാൻ ഫ്രണ്ടും ബാക്കും ക്യാമറകളിട്ടാണ് ഇപ്പം മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. ഒരുപാട് ഐസ്ക്രീം വണ്ടികളൊക്കെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ കുട്ടികൾക്ക് മേടിച്ചു കൊടുത്തില്ല. കാരണം ഈ ഐസ്ക്രീം പിന്നീട് കുഞ്ഞുങ്ങൾക്ക് ജലദോഷം, ചുമ, പനി വരെ വരുത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ അന്നമ്മ എൻ്റെ കൈ കിടന്ന് ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ കാണിക്കുന്ന തന്നെയാണ് അവളും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നേരെ പൊക്കോണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും പോയി ഒന്ന് ഇരിക്കണം. കുറേ നേരമായി ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട്. ഇനി എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് ആസ്വദിക്കാം എന്നുള്ള രീതിയിലാണ്. ഇപ്പം സമയം നന്നായിട്ട് വൈകിട്ടുണ്ട്. സൂര്യൻ നല്ല രീതിയിൽ തന്നെ താഴേക്ക് ഇറങ്ങിപ്പോയി, നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ അന്വേഷണത്തോട് ഞാൻ എന്തെങ്കിലും പറയാന്നുണ്ടെങ്കിൽ അവൾ അതിനുത്തരം പറഞ്ഞ് എനിക്കൊരു ഉമ്മയും തരുന്നുണ്ട്. ഞാനും കുഞ്ഞിനൊരു ഉമ്മ കൊടുത്തു. അങ്ങനെ മക്കളോട് വർത്തമാനം പറഞ്ഞിരിക്കുവാണ് കേട്ടോ. നമ്മളിപ്പോഴും കുട്ടികളോടൊപ്പം വർത്തമാനം പറഞ്ഞ് ചിരിച്ചും കളിച്ചും നടന്നാൽ മാത്രമേ മക്കൾക്ക് ഒരു നല്ലൊരു ഉണർവും ഉഷാറും ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. അതില്ലാതെ വരുമ്പോഴാണ് ഈ കുഞ്ഞുങ്ങൾ വലുതാകും തോറും മറ്റുള്ളവരുടെ സ്നേഹം തേടി പോകുന്നത്. അപ്പം അതൊക്കെ മാതാപിതാക്കൾ എപ്പോഴും മനസ്സിലാക്കി വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മൾ പണത്തെ മുറുക്കി പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, മക്കൾക്ക് കൊടുക്കേണ്ട സ്നേഹം കൊടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ മക്കൾ പിന്നെ പല വഴിക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കരഞ്ഞിട്ടും കൂവിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ
മക്കൾക്ക് കൊടുക്കേണ്ട സ്നേഹം ആ പ്രായത്തിൽ തന്നെ അവർക്ക് കൊടുത്തവരെ വളർത്തുക എന്നുള്ളതാണ് യഥാർത്ഥ മാതാപിതാക്കളുടെ ദൗത്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെങ്ങനെയാണ് എടുക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കപ്പലണ്ടിയൊക്കെ മേടിച്ച് പയ്യെ മുന്നോട്ട് പോവുകയാണ്. സോഫിക്കൊരു ഐസ്ക്രീം വേണമെന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, താൻ കഴിച്ചാൽ കുട്ടികളും കഴിക്കും, അതുകൊണ്ട് അത് സാധിക്കില്ല. പിള്ളേർ സ്കൂളിൽ പോകുമ്പോൾ മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു തരത്തിൽ ഒതുക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇരിപ്പിടം നോക്കി പയ്യെ പോവുക കേട്ടോ. ഈ സായാഹ്നത്തിൽ ഈ മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഭംഗി തന്നെയാണ്. അപ്പൻ്റെ തൊട്ടപ്പുറത്ത് ഞങ്ങളങ്ങോട്ട് ഇരിപ്പിടം കരസ്ഥമാക്കി ഇരിക്കാം എന്നുള്ള ഒരു ചിന്തപ്പാടിലാണ്. അങ്ങനെ ഞങ്ങളവിടെ ഇരുന്നു, സീറ്റ് കിട്ടി. ഈ കുറച്ചു നേരം ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്നങ്ങ് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ കാര്യങ്ങളും മക്കൾക്ക് എന്തെങ്കിലും ഉപദേശങ്ങളൊക്കെ കൊടുക്കാറുണ്ടെങ്കിൽ അതെല്ലാം കൊടുത്തും മക്കളോടൊപ്പം കളിച്ചും ചിരിച്ച് ഞങ്ങൾ ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ യാത്ര. അപ്പം കുട്ടികൾ കടലയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം പയ്യെ കടലയൊക്കെ കുറച്ചുകൊണ്ട് ഇനി കുറേ നേരം സമയം ചെലവഴിക്കാമെന്ന ആണ് ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ നമ്മുടെ കടലിലോട്ടൊന്ന് നമുക്കൊന്ന് ക്യാമറ ഓടിക്കാം. മുഴുവനുമായിട്ടും സൂര്യൻ താന്നു പോയിട്ടുണ്ട്. അപ്പോൾ തന്നെ കടലിൻ്റെ വ്യത്യാസങ്ങൾ ആകാശത്തിൻ്റെ വ്യത്യാസം നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ കടല മേടിച്ച് ഞങ്ങൾ 5 പേരും തിന്നുകൊണ്ടിരിക്കുക. അനിക്കുട്ടിയും ഇടയ്ക്ക് ഓരോന്നെടുത്ത് കഴിക്കുന്നുണ്ട്. സോഫിയ 2 പൊട്ടിച്ചു കൊടുത്തു. പക്ഷെ പുള്ളിക്കാരത്തിക്ക് അത് പോരാ. ഞങ്ങൾ കഴിക്കുന്നത് പോലെ തന്നെ പുള്ളിക്കാരത്തിക്കും കഴിക്കാനാണ് താല്പര്യം. എന്നാൽ പിന്നെ എന്തായാലും ആയിക്കോട്ടെ എന്ന് വെച്ചങ്ങോട്ട് ഞങ്ങൾ 5 പേരും ഇന്നത്തെ സായാഹ്നം അങ്ങ് അടിച്ചു പൊളിച്ചു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്ന് വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് ഓക്കെ, ബൈ ബൈ. അപ്പം അടുത്ത വീഡിയോയിൽ കൂടി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ കൂട്ടുകാരെ.